ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. നമ്മളിന്ന് വടക്കാഞ്ചേരി പോകുന്നുണ്ട്, അവിടെ നോമ്പ് തുറയുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഈദിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ്. ഞങ്ങളൊരു ഈവനിങ് ആയപ്പോഴത്തേക്കും ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഉഴുന്നുവടയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ഉമ്മ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യായിരുന്നു കേട്ടോ. വാട്ടർമെലൺ കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് അടിക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ ചിക്കൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്ടർമെലൺ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ മസ്റ്റായിട്ടും പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അത് പിഴിയുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ മിൻറ്റ് ലീഫ് ഉണ്ടല്ലോ, പുതിന ഇല, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് പത്തിരി കൊണ്ടുവന്ന പത്തിരിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാനും അനിയനും കൂടി ബോൾ കളിക്കായിരുന്നു ഫ്രണ്ടിൽ. ഞാൻ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ട് ബോൾ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പത്തിരി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും വാപ്പയുടെ ഫാമിലിയിലൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പത്തിരി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മ വെച്ച ചിക്കൻ കറി. ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ റമളാൻ്റെ വ്ളോഗിൽ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പത്തിരിയുടെ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കൊടുക്കാനുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറിയൊക്കെ ഫോയിൽ പേപ്പറിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ നൈബേഴ്സിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ളതൊക്കെ കറിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പത്തിരി ഒന്ന് റാപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ സ്നാക്സും അങ്ങനെ. അപ്പോൾ വാപ്പയുടെ ഉമ്മയാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ളതൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊറോട്ട, പത്തിരി, പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, ഇടിയപ്പം, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും വാട്ടർമെലൺ ജ്യൂസും ചിക്കൻ കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറയുടെ വിഭവങ്ങളൊക്കെ. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. വാപ്പക്ക് 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് കേട്ടോ. ഇതാണ് വാപ്പയുടെ ഒരു ബ്രദർ കേട്ടോ. വീഡിയോസിലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പം ഞാൻ ഇന്ന് വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇത് വേറൊരു ബ്രദറാണ് കേട്ടോ. ഈ ഒരു ബ്രദറെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ബ്രദറിൻ്റെ മോനായിട്ടാണ് സയാൻ എപ്പോഴും കളിക്കാറ്. പിന്നെ നമ്മളങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടാണ്. പിന്നെ നമ്മൾ തിരക്കിനിടയിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഉറങ്ങി എണീച്ച് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇന്ന് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊമോഗ്രാനേറ്റ് ഇല്ലേ, അത് ഹസ്ബൻഡ് ഒന്ന് ക്ലീനാക്കി തരാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പണിയാണ് അനാറ് ക്ലീനാക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആകുമ്പോൾ അത് വേഗം സ്പീഡിൽ ചെയ്തു തരും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലാണ് വെച്ചത് കേട്ടോ. അതാണെങ്കിൽ നല്ലപോലെ കട്ട പിടിച്ചു പോയി. എന്നിട്ട് അത് കുറച്ച് നേരം പുറത്ത് വെച്ചപ്പോൾ ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ആക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് ലെറ്ററാ? ഇതോ? നോ, എം. A.
R. R. G. U. G. U. G. G. T. T. Hmm. R. I. Yes. നമ്മളെല്ലാവരും കൂടിയിട്ട് ഈദിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ വാങ്ങിച്ച് കൊടുക്കാനുള്ള ഡ്രസ്സും പിന്നെ നമുക്കുള്ള ഡ്രസ്സും എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സയാന് ആ ഒരു ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഹസ്ബൻഡ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവർക്കുള്ള ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് നമ്മളിനി തൃശ്ശൂർ വന്ന ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും നോമ്പായതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളുള്ള വീട്ടിൽ അവർക്ക് മാത്രം സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണ്ടേ. ജയാനാണെങ്കിൽ ഇങ്ങനെ അരിഭക്ഷണമൊന്നും തീരെ കഴിക്കില്ല കേട്ടോ. പത്തിരി, ഇടിയപ്പം, പുട്ട് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ് പോലും കഴിക്കില്ല, ഒരു ഫ്രൂട്ട്സും കഴിക്കില്ല. ആകെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് റംബൂട്ടാനാണ്. അപ്പോൾ എന്താ പറയുക, ജയാനെ ഫുഡ് കഴിപ്പിക്കാനാണ് ഒരുപാട് ടൈം എടുക്കുന്നത്. ചില സമയത്ത് ഒന്നും കഴിക്കാതെയൊക്കെ നടക്കും കേട്ടോ. അതാണ് ജയാൻ്റെ കാര്യം. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഏകദേശം എല്ലാവർക്കുള്ള ഡ്രസ്സ് കിട്ടി. ഇനി ഹസ്ബൻഡിനും അനിയനും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡിനും ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേറൊരു ഷോപ്പിലും കൂടെ കയറിയിട്ടാണ് നമ്മളിനി വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാത്തത്. അപ്പോൾ അത് ആ ഒരു മ്യൂസിക്കിന് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ ജയാൻ. അങ്ങനെ മാക്സിമം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ജയാനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജയാന് 2 ട്രൗസർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജയാൻ ഇനി വേറെ ദിവസം നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഉമ്മ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈയും പിന്നെ അച്ചിങ്ങ ഉപ്പേരിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിന്ന് ചോറ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ പറിച്ച് കൊണ്ടുവന്നാണ് 2 അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ, എറണാകുളത്ത് എത്തിയതിന് ശേഷം. അപ്പോൾ വീട്ടിൽ നിന്ന് ചക്ക തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പ. അപ്പോൾ ആ ചക്ക ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചതാണ് കേട്ടോ. വരിക്കച്ചക്കയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചുള പറിച്ചെടുത്തിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നില്ലേ, നിങ്ങളൊക്കെ കത്തി ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണോ? കത്തി ഡയറക്റ്റ് ഗ്യാസിലേക്ക് കാണിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ വെറുതെ തുടച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.
ഒരു ദിവസം വൈകുന്നേരം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.